എല്ലാ മാറ്റങ്ങളെയും എതിർക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. പക്ഷെ പിന്നീട് അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. യന്ത്രവൽക്കരണം വന്നപ്പോ കമ്പ്യൂട്ടർ വന്നപ്പോ എതിർത്തു. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ മാറണം. ഞാൻ പത്രപ്രവർത്തകരായിരുന്നു, പണ്ട് എഴുതി കൊടുക്കുമായിരുന്നു. ഇപ്പൊ എഴുതി കൊടുത്ത വാർത്ത വരില്ല. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ സഹായത്തോടെ പ്രിന്റ് കൊടുത്താലേ വരുള്ളൂ. അപ്പൊ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മാനസിക ശേഷിയിലേക്ക് നമ്മൾ മനുഷ്യരെ മാറ്റണം. പരിശീലനം കൊടുത്ത് ഇത് ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുമ്പോൾ കുറെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കപ്പെടും. പുതിയ തലമുറയും ഞങ്ങൾ പഴയ തലമുറയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അദ്ദേഹം പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഇന്റേൺഷിപ്പിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഇന്റേൺഷിപ്പിന് നമ്മൾ ചൂസ് ചെയ്യുന്ന കുട്ടികള് വളരെ മുണ്ടേനായിട്ടുള്ള ജോബ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്റേൺഷിപ്പിന് എടുക്കുന്നവർക്ക് യാതൊരു മുണ്ടേൻ ജോബ്സും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം എയുടെ ഹെൽപ്പ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജോലിയിലേക്ക് അവര് വെക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അവരെ ശരിക്കും, കാരണം അല്ലെ പിന്നെ അവരെ ഇന്റേൺഷിപ്പിനെ എടുക്കണ്ട. ഇന്റേൺഷിപ്പിനെ എടുത്ത് അകത്ത് കൊണ്ടിരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവര് ഒരു എബോവ് ആവറേജ് ആണെങ്കിൽ അവർ സെലക്ടഡ് ആവും. ദേ വിൽ വർക്ക് വിത്ത് ദ കമ്പനി. കാരണം അവരുടെ ആ ഫോർമേഷൻ സ്റ്റേജിലുള്ള ട്രെയിനിങ്ങിനെ AI ടൂൾസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, അതായത് നിങ്ങള് വിജയ് അധികാരത്തിൽ വരുമെന്ന് ഉള്ള കാര്യം മുഖ്യമന്ത്രിയായ ശ്രീ ജോസഫ് വിജയ് അറിഞ്ഞോ? അത് നമുക്കറിയില്ല. അല്ല, അത് അറിയിക്കണ്ടേ? ഇത് മറ്റുള്ള ആൾക്കാർ വിജയ് ഉൾപ്പെടെ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കാതിരുന്ന ഒരു സമയത്ത് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തെങ്കിൽ ചെറിയ കാര്യമാണോ അത്? അതെ അതെ. ഞങ്ങൾ ഇന്ത്യയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. നിങ്ങൾ അറിയിക്കണം, തീർച്ചയായിട്ടും എന്തായാലും അറിയിക്കണം.